ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീഹരയേ നമഃ. ശ്രീമദ് നാരായണീയം 13ാമത്തെ ദശകമാണ് നമ്മൾ പഠിക്കേണ്ടത്. 12 ദശകം വരെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടാവും, ചൊല്ലാൻ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹിരണ്യാക്ഷപദമാണ് 13ാമത്തെ ദശകത്തിലെ വിഷയം. നമുക്ക് 1ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം, പുതിയ ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. നമുക്ക് 13ാമത്തേൽ 1ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ഹിരണ്യാക്ഷം താവദ്വരദഭവദന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതിർനാരദമുനിഃ ശനൈരൂജേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവ ബലം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ഹിരണ്യാക്ഷം താവത് വരദ, താവദ്വരദ ചില ബുക്കിൽ ഒന്നിച്ചായിരിക്കും, ചില ബുക്കിൽ താവത് വരദ എന്നെ പിരിച്ചിട്ടുണ്ടാവും. എന്തായാലും ദ്വരദ എന്നാണെങ്കിൽ അത് പിരിക്കുമ്പോൾ താവത് പ്ലസ് വരദ, വരം നൽകുന്നവനെ, വരദ എന്നർത്ഥം. ഭവത് അന്വേഷണപരം, അപ്പം ഭവത് അന്വേഷണപരം ഒന്നിച്ചു ചൊല്ലണം. ചരന്തം സംവർത്തേ, ചില ബുക്കിൽ സാംവർത്തേ, രണ്ടും വായിക്കാം, രണ്ടും ശരി തന്നെയാണ്. അപ്പം സാംവർത്തേ എന്നും വായിക്കാം, സംവർത്തേ ബുക്കിലുള്ള പോലെ വായിക്കാം. പയസി നിജ ജംഘാപരിമിതേ, നിജജംഘാപരിമിതേ ഭവദ്ഭക്തഃ ഗത്വാ കപടപടുധീഃ, കപടപടുധീഃ നാരദമുനിഃ. അപ്പം കപടപടുധീർ നാരദമുനിഃ എന്ന് വായിക്കും. ശനൈ ഊജേ, ശനൈഹി പ്ലസ് ഊജേ, ഊജേ എന്നാണ് അത് വാക്ക്. അപ്പം ശനൈരൂജേ എന്ന് കാണും, രണ്ടും ചേർത്തി രാ ചേർത്തി ഒന്നിച്ച് വായിക്കണം. നന്ദൻ ധനുജം പ്ലസ് അഭി നിന്ദൻ തവബലം, നിന്ദം സ്തവബലം എന്നുള്ളതിനെ നിന്ദിക്കുക, അങ്ങയുടെ ബലത്തെ നിന്ദിക്കുക. അപ്പം നിന്ദൻ പ്ലസ് തവബലം എന്ന് പിരിക്കുമ്പോൾ വരും. ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ ഭഗവാനെ ഇവിടെ വിളിക്കുന്നത് വരദ, ഹേ വരം നൽകുന്നവനെ. താവത് ആ സമയത്ത്, അപ്പോൾ നിജ, അതായത് ആ സമയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ, കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത് ഓർമ്മ വേണം, ഭഗവാൻ ഭൂമിയെ തേറ്റിയുടെ മുകളിൽ വെച്ച് പൊന്തിച്ച് ഉയർന്നു വരുന്ന സമയത്ത് എന്നർത്ഥം. ആ സമയത്ത് നിജജംഘാപരിമിതേ, തൻ്റെ നിജം പറഞ്ഞാൽ തൻ്റെ, ജംഘാപരിമിതി പറഞ്ഞാൽ കണങ്കാലോളം മാത്രമുള്ള വെള്ളത്തിൽ, പരിമിതമായ, അതായത് ഹിരണ്യാക്ഷന് എത്രയുണ്ട് വെള്ളം, ഹിരണ്യാക്ഷൻ്റെ കണങ്കാലോളമുള്ള മാത്രമേ ഉള്ളൂ ആ പ്രളയജലം എന്നാണ്. ഭഗവാനോ വരാഹമൂർത്തിക്ക് മുങ്ങാനുള്ള വെള്ളമുണ്ട്. മുങ്ങി താഴെ പോയി നോക്കി ഭൂമിയെ എടുത്തിട്ട് കൊണ്ടുവന്നപ്പോൾ വരാഹമൂർത്തിയെക്കാളിലും ഭയങ്കര രൂപമായിട്ടാണ്, വലിപ്പമുള്ള രൂപമാണ് ഇവിടെ ആ ഹിരണ്യാക്ഷന് എന്നർത്ഥം. അപ്പം ആ ഹിരണ്യാക്ഷൻ്റെ കണങ്കാലോളം പരിമിതമായ സംവർത്തേ അല്ലെങ്കിൽ സാംവർത്തേ പയസി പറഞ്ഞ പ്രളയജലത്തിൽ, കണങ്കാലോളം മാത്രം പരിമിതമായ ആ പ്രളയജലത്തിൽ ഭവത് അന്വേഷണപരം, അങ്ങയെ അന്വേഷിക്കുന്നവനായിട്ട്, താല്പര്യമുള്ളവനായിട്ട്, അതായത് എവിടെ അവൻ, എൻ്റെ ശത്രു എവിടെ എന്ന് അന്വേഷിക്കുന്നതിൽ തൽപരനായിട്ട്, ചരന്തം ചരിക്കുന്നവനായ, സഞ്ചരിക്കുന്നവനായ, ഹിരണ്യാക്ഷം ധനുജം, ഹിരണ്യാക്ഷൻ എന്ന അസുരനെ, കപടപടുധി, അതായത് ഹിരണ്യാക്ഷനെ ഒരിക്കലും കാണാൻ പറ്റില്ല, കാമക്രോധമോ അഹങ്കാരമൊക്കെ ഉള്ള മനസ്സിലെ ഭഗവാനെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹിരണ്യാക്ഷന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, കപടപടുധി, കപടത്തിൽ, അതായത് കപടത്തിൽ സാമർഥ്യമുള്ള ബുദ്ധിയോടുകൂടിയ, കപടവേഷധാരിയായ സന്യാസിയുടെ വേഷത്തിൽ വന്ന ബുദ്ധിയോ, അങ്ങനെയുള്ള ബുദ്ധിയോടുകൂടിയ, കപടബുദ്ധിയോടുകൂടിയ, ഭവത് ഭക്തഃ അങ്ങയുടെ ഭക്തനായ നാരദമുനി, ആ നാരദ മഹർഷി, ഗത്വ അവിടെ പ്രാപിച്ചു, അതായത് ഹിരണ്യാക്ഷൻ്റെ അടുത്ത് വന്നിട്ട്, നന്ദൻ, നന്ദൻ പറഞ്ഞാൽ പ്രശംസിക്കുക, നന്ദൻ പറഞ്ഞാൽ പ്രശംസിക്കുക, ഹിരണ്യാക്ഷനെ പ്രശംസിക്കുകയും, തവ ബലം അങ്ങയുടെ ഭഗവാന്റെ ബലത്തെ നിന്ദിക്കുകയും, അതായത് താത്തി കാണിക്കുക,
നിന്ദിച്ചുകൊണ്ടും ശനൈ ഊജേ മെല്ലെ പറഞ്ഞു, പതുക്കെ ആ ഹിരണ്യാക്ഷനോട് പറഞ്ഞു എന്നർത്ഥം. അതായത് കണങ്കാലോളം മാത്രം വെള്ളമുള്ള ആ പ്രളയജലത്തിൽ ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് വരാഹമൂർത്തിയെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടെ ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നാരദൻ വന്നു. എന്നിട്ട് പറയുകയാണ്, ഭഗവാനെ നിന്ദിച്ചുകൊണ്ടും ഹിരണ്യാക്ഷനെ പ്രശംസിച്ചുകൊണ്ടും വാക്കുകൾ പറയുകയാണ് ആ അസുരനോട്. ഹിരണ്യാക്ഷനെ നേരിട്ട് കണ്ട് എതിർക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഹിരണ്യാക്ഷൻ ഭഗവാനെ അന്വേഷിച്ച് പ്രളയജലത്തിൽ സഞ്ചരിക്കുന്നത്. പ്രളയജലം കണങ്കാലോളമുള്ള മാത്രമേ ഉള്ളൂ, അത്രയ്ക്ക് വലുതാണ് ഹിരണ്യാക്ഷൻ രൂപം. അങ്ങനെ ആ ദൈത്യജന്മം കൊണ്ട് വാസനാജന്യമായ അഹങ്കാരം കൊണ്ടും ഭഗവാനെ തേടിയ ഹിരണ്യാക്ഷന് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഭഗവാന്റെ കാരുണ്യം നാരദമുനിയുടെ രൂപത്തിൽ അവിടെ വരുന്നത്. നാരദൻ ഭഗവൻ ഭക്തനായ കപട വേഷധാരിയായ കപടം പറയുന്നതിൽ ബുദ്ധിയോടുകൂടിയ ആ നാരദനെ പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് നാരദൻ ഇതെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ശരിയായിട്ടുള്ള ഭാവം മറിക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ടാണ് കപട ശബ്ദം ഇവിടെ പറഞ്ഞത്. അങ്ങനെ ആ നാരദൻ ഹിരണ്യാക്ഷനെ സമീപിച്ചിട്ട് അയാളെ പ്രശംസിച്ചുകൊണ്ടും ഭഗവാന്റെ ബലത്തെ നിന്ദിച്ചുകൊണ്ടും പതുക്കെ പറഞ്ഞു ഹിരണ്യാക്ഷനോട് എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് നാരദ മഹർഷി പറഞ്ഞത് എന്ന് നോക്കാം. ശ്ലോകം 2, 13ാമത്തെ ദശകം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗദിതഃ നദൻ ക്വാസോ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തമുദഗാത്. ഹരേ കൃഷ്ണ. പദങ്ങൾ നോക്കുമ്പോൾ സമായാവി വിഷ്ണു ഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതം പ്ലസ് ഇതി കിമിതമിതി തേന അഭിഗദിതഃ തേനാഭിഗദിതഃ എന്ന് പിരിക്കുമ്പോൾ തേന അഭിഗദിതഃ നദൻ ക അസോ ക്വാസോ എന്നുള്ളത് പിരിക്കുമ്പോൾ ക അസോ പ്ലസ് ഇതി അതാണ് പറയുന്നത്. 2 ക്വാസാവിധി രണ്ടാമത്തെ കാണുന്നത് ക അസോ പ്ലസ് ഇതി സമുനിന ദർശിതപദഃ ഭവന്തം സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദഗാത്. ധരണിധരം പ്ലസ് ഉദ്യന്തം പ്ലസ് ഉദഗാത്. വായിക്കുമ്പോൾ ഒന്നിച്ച് വായിക്കണം. സംപ്രാപത് ധരണിധരം ഉദ്യന്തം ഉദഗാത് എന്ന് വായിക്കണം. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ സമായാവി വിഷ്ണു നാരദൻ കപടബുദ്ധിയോടുകൂടി വന്നിട്ടുള്ള ആ നാരദൻ പറയാണ് ഹിരണ്യാക്ഷനോട് സ പറഞ്ഞ അവൻ, ആ മായാവി വിഷ്ണു ആ മായാവിയായ വിഷ്ണു ഭവദീയാം നിന്റേതായ വസുമതി പറഞ്ഞ ഭൂമിയെ ഹിരണ്യാക്ഷൻ്റെതായ ഭൂമിയെ ആ മായാവിയായ വിഷ്ണു ഹരതി ഹരിച്ചോണ്ട് പോകുന്നു, മോഷ്ടിച്ചോണ്ട് പോകുന്നു. പ്രഭോ ഹേ പ്രഭുവായവനെ കഷ്ടം കഷ്ടം കിമിതം ഇതെന്താണിങ്ങനെ ഭയങ്കര കഷ്ടമായില്ലോ എന്ന് ഹിരണ്യാക്ഷനോട് പറയുന്നു. ഇങ്ങനെ ഇപ്രകാരം അഭിഗതിത പറഞ്ഞ അറിയിക്കപ്പെട്ട സഹ പറഞ്ഞ അവൻ, അതായത് ഹിരണ്യാക്ഷൻ ഈ വിവരം അറിഞ്ഞപ്പോൾ അസൗക്വ എവിടെ അവനെവിടെ എന്ന് നദൻ പറഞ്ഞ ഗർജിച്ചുകൊണ്ട് എവിടെ അവൻ എൻ്റെ ഭൂമിയെ ഉയർത്തിക്കൊണ്ട് മോഷ്ടിച്ചുകൊണ്ടൊന്ന് അവൻ എവിടെ എന്ന് ഗർജിച്ചുകൊണ്ട് തേന മുനിന ആ മുനി അങ്ങനെ എവിടെയാന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ നാരദമുനിയാൽ ദർശിതപദ വഴികാട്ടപ്പെട്ടവനായി ദർശിതപദ പറഞ്ഞ നാരദമുനി വഴി കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ എവിടെയാണെന്ന്. എന്നിട്ട് ആ സമയത്ത് വഴി കാണിച്ചപ്പോൾ എന്താണ് കാണുന്നത്? ഉദഗാത് പറഞ്ഞ ജലത്തിൽ നിന്ന് ഉദ്യന്തം പൊന്തുന്നവനും ധരണിധരം ഭൂമിയെ തൻ്റെ തേറ്റയിൽ ധരിക്കുന്നവനുമായ ഭവന്തം അങ്ങയെ ഭഗവാനെ പ്രാപിച്ചു, അതായത് കണ്ടു. അങ്ങനെ പൊന്തി വരുന്നതായ ഭഗവാനെയാണ് ആ ഹിരണ്യാക്ഷൻ നാരദനെ കാണിച്ചു കൊടുക്കണമെന്ന് നാരദ മഹർഷി എന്ന്. അതായത് നാരദൻ പറയണത് നിൻ്റേതാണ് ഭൂമി, ഹിരണ്യാക്ഷൻ്റേതാണ് ഭൂമി, ആ ഭൂമിയെ ഇതാ മായാവി വിഷ്ണു അപഹരിക്കുന്നു എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ ഹിരണ്യാക്ഷന് അതുകൊണ്ട് ഭൂമി അസുരൻ്റേതാണെന്ന് നാരദൻ്റെ വാദം. ഹിരണ്യാക്ഷൻ മോഷ്ടിച്ച് എടുത്തു താത്തി വെച്ചിരിക്കുകയാണല്ലോ. ആ സമയത്ത് നാരദൻ അത് വാദിക്കുകയാണ്.
അപ്പം ഹിരണ്യാക്ഷനെ പ്രകോപിതനാക്കിയിട്ട് ഭഗവാന്റെ മുന്നിൽ എത്തിക്കുക എന്നാണ് നാരദൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നിൻ്റേതായ ഭൂമി എന്ന പ്രയോഗം അത് പറഞ്ഞപ്പോൾ ആ പ്രതാപശാലിയായി നിന്റെ വക നേരിട്ട് എതിർക്കാൻ ധൈര്യമില്ലാത്തവനായ വിഷ്ണു, മായാരൂപമായ ആ വിഷ്ണു വരാഹത്തിൻ്റെ രൂപം ധരിച്ചിതാ കൊണ്ടുപോകുന്നു എന്ന് ഹിരണ്യാക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. തേടി നടന്നിട്ട് കാണാൻ കഴിയാത്താണ് ഭഗവാന്റെ രൂപം ഹിരണ്യാക്ഷന്. ഇതാ ഭൂമിയെ മായാവിയായി വിഷ്ണു അപഹരിക്കുന്നു എന്ന് നാരദ അറിയിച്ചപ്പോൾ എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് ആ ഹിരണ്യാക്ഷൻ നോക്കുകയാണ്, തിരയുകയാണ്. ആ ഭഗവാനെ കാണിച്ചു കൊടുക്കാൻ ഉള്ള ഒരു ഗുരുവിനെ പോലെയാണ് നാരദ മഹർഷി അവിടെ വന്നിരിക്കുന്നത്. നാരദമുനി ഹിരണ്യാക്ഷന് ഭഗവാനെ കാണാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. അതായത് നാരദനെ അനുസരിച്ചപ്പോൾ താൻ തേടിയ ഭഗവാന്റെ രൂപം ആ ഭൂമിയെ ധരിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ നിന്നിങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് ഹിരണ്യാക്ഷൻ കണ്ടു എന്നർത്ഥം. അപ്പം നാരദനെ ഇവിടെ നമ്മൾ ആരായിട്ട് കാണണം? ഗുരുപരമ്പരയുടെ പ്രതീകമായിട്ട് കാണണം. ഉപാസകന് അവരവരുടെ മനസ്സിൽ വ്യാപിച്ചിരിക്കുന്ന അഹങ്കാരം കൊണ്ട് അന്ധരായിരിക്കുന്നവർക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റില്ല. അപ്പം അതാ ഭഗവാൻ എന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്ത് വേണം? ആ അജ്ഞാനത്തെ അകറ്റിയിട്ട് ജ്ഞാനമാകുന്ന ആ ജ്ഞാനത്തെ പ്രകാശം ഉള്ളിൽ വരുമ്പോഴേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അതിനാര് വേണം? ഒരു ഗുരുവിൻ്റെ സഹായം വേണം. ആ ഗുരുവായിട്ടാണ് ഇവിടെ നാരദർ വന്നിരിക്കുന്നത്. എല്ലാത്തിനെയും ധരിക്കുന്നവളാണ് ഭൂമി. ആ ഭൂമിയെ തേറ്റയുടെ അറ്റത്ത് പറ്റിപ്പിടിച്ച ഒരു പുല്ലിലെ മുത്തങ്ങപ്പുല്ല് പോലെ ധരിച്ചുകൊണ്ട് ആ അജ്ഞാന സമുദ്രത്തെ മാറ്റി പൊന്തി വരുന്ന ഭഗവാനെ കാണാൻ നാരദനെ പോലുള്ള ഗുരുക്കന്മാരുടെ ആ വഴി കാണിച്ചു തരുന്ന ആ ദർശനം, കാണിച്ചു തരാനുള്ള ദർശനം നമുക്ക് ആവശ്യമാണ് എന്നർത്ഥം. ഹരേ കൃഷ്ണ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 3ഉം 4ഉം പഠിക്കാം. എല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിക്കണം. എല്ലാവരും ഉൾക്കൊണ്ട് പഠിക്കണം. കഥയിൽ കൂടെ മാത്രം പോവാതെ അതിൻ്റെ ആ മനസ്സിൻ്റെ അഹങ്കാരത്തിനെ ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് ഈ കഥകൾ കേൾക്കുന്നതോട് സാധിക്കണം. ഭഗവാന്റെ ഭക്തി നിറഞ്ഞു വരണം നമുക്ക് മനസ്സിൽ എല്ലാവർക്കും. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.